ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ക്രെഡിൽ ഡിസൈൻ ആൻഡ് മാർക്കറ്റിംഗ് ഹെഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മളൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പം വളരെ ടഫായിട്ടുള്ള ജഗ്ലിംഗ് ആണ് ഹരീഷ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ചോദ്യം, പാട്ടും പാടി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു ഡിസൈനർ, മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, ഒരു എഞ്ചിനീയർ, ഒരു സംരംഭകൻ, ഇങ്ങനെ ഒരു ലോകത്താണ് എൻ്റെ 80% സമയവും ചെലവഴിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 20% ഞാൻ സംഗീതത്തിലേക്ക് കൊടുക്കുന്നത്. വലിയ ഫേമിൻ്റെ ഡിസൈൻ ഹെഡായിട്ട് നമ്മൾ ടീമിനെ ലീഡ് ചെയ്യണം. ആ ഒരു മൂഡിനെ നമുക്കൊരു മ്യൂസിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു രാഗം, അങ്ങനെ ഒരു രാഗം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ആഹാ, ആലോചിക്കട്ടെ. ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. മണി ഫണ്ട്സ് എവറിത്തിങ്. എൻ്റെ പാഷനാണെങ്കിലും എൻ്റെ ലൈഫ് സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയാണെങ്കിലും ഇതെല്ലാം ഫണ്ട് ചെയ്യാൻ വേണ്ടത് പൈസ തന്നെയാണ്. ക്യാപിറ്റൽ ഇല്ലാതെ പാഷനെ ഫണ്ട് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് യുവർ പ്രോബ്ലംസ് ക്യാൻ ബി ഫിക്സ്ഡ് വിത്ത് മണി. ക്രിറ്റിസിസത്തിനെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ ബാൻഡും വെച്ച് 18 വർഷമായി ഇപ്പം കൊണ്ടുപോകുന്നു. ആ ഒരു എന്തൂസിയാസം എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു? നമുക്കുള്ള ആകെ പ്രശ്നം എന്താ, നമ്മൾ കേട്ടത് ഇങ്ങനെയല്ല, നമ്മൾ എന്ത് കേട്ടു എന്നുള്ളതിന് അത്രയ്ക്കൊരു വലിയ സ്ഥാനം കൊടുക്കേണ്ടതുണ്ടോ? ഞാനിതുവരെ കഴിച്ച ബിരിയാണിയിൽ പൈനാപ്പിൾ ഇല്ല, അതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയിലും പൈനാപ്പിൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫ്യൂട്ടൈൽ ആർഗ്യുമെൻ്റ് ആണത്. കർണാട്ടിക് മ്യൂസിക് ഉയരുന്നൊരു പ്രധാന പ്രശ്നം അത് ആസ്വദിക്കാൻ ചില മുന്നറിയിപ്പുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ശ്രീരാഗം എന്നുള്ള പാട്ട് എന്താണ്? ONV സാറ് രചിച്ച് മിശ്രജാപ്പ് താളത്തിൽ ഖരഹരപ്രിയ രാഗത്തിൽ ശരത് സാറ് കമ്പോസ് ചെയ്തൊരു കീർത്തനം. ഞാൻ അങ്ങനെ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ അത് കച്ചേരിക്ക് പാടാമോ? തീർച്ചയായിട്ടും പാടാം. കൈതപ്രത്തിനോ ONVക്കോ ഗിരീഷ് പുത്തഞ്ചേരിക്കോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥായിയായ മഹാത്മ്യം വേറൊരു കവിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറയുന്നത് കൊണ്ട് എനിക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അകം അവതരിപ്പിക്കുന്നതിന് നിങ്ങൾ വേറെന്തെങ്കിലും പേരിട്ട് വിളിച്ചോളൂ, കർണാടക സംഗീതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കേണ്ടി വരും. കാരണം കർണാടക സംഗീതം കച്ചേരിയുടെ കുത്തകയാണ്. കർണാടക സംഗീതത്തിലെ കോംപ്ലക്സായ രാഗസംവിധാനത്തെ പ്രോഗ്രസീവ് റോക്കിന്റെ സ്റ്റേജിൽ കൊണ്ടുനിർത്തി സാധാരണക്കാരന്റെ കയ്യടി വാങ്ങുന്നത് എത്ര പ്രയാസമേറിയ പണിയായിരിക്കും. അതേ ആവേശവും ഉത്സാഹവും എഞ്ചിനീയറിംഗ് ഡിസൈനിംഗ് എന്ന തന്റെ തൊഴിലിലും വിജയകരമായി പ്രകടിപ്പിക്കാനായാൽ അയാളെ ജീനിയസ് എന്നതിൽ കുറഞ്ഞ് എന്തു വിളിക്കും? BR അൺസ്ക്രിപ്റ്റഡ് സ്പെഷ്യൽ പോഡ്കാസ്റ്റിൽ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യനും ക്രെഡിലെ ചീഫ് ഡിസൈൻ ഓഫീസറുമായ ഹരീഷ് ശിവരാമകൃഷ്ണൻ. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ക്രെഡിൽ ഡിസൈൻ ആൻഡ് മാർക്കറ്റിംഗ് ഹെഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ ഡിസൈനിൽ ഈ എക്സ്പീരിയൻസ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് സഹായിച്ചിട്ടുണ്ടോ? ഇവൻച്വലി ഇത് രണ്ടും മനുഷ്യരെ ടച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ. രണ്ട് ഹാപ്റ്റിക് മീഡിയമാണ്. ഡിസൈൻ കൂടുതൽ പെർസീവ്ഡും പെർസീവ്ഡ് ബൈ ഐ, മ്യൂസിക് ഇസ് മോർ പെർസീവ്ഡ് ബൈ ഇയർ. പക്ഷേ രണ്ടും ഒരു നാച്ചുറൽ ഹ്യൂമൻ ഹാപ്റ്റിക്കിലേക്ക് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ രണ്ടിനും ഒരുപാട് ഓവർലാപ്പിംഗ് പോയിന്റ്സ് ഉണ്ട്. എവിടെയാണ് ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് രണ്ടിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മളൊരു നല്ല ഡിസൈനർ ആവുന്നത്. വേർ ഡു യു അപ്ലൈ വാട്ട്? ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാതെ എവിടെയാണ് ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ഡിസൈൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മ്യൂസിക്. ഇപ്പോൾ എല്ലാ മ്യൂസിക്കും ഒരേപോലെ ഒരേ ഫ്രെയിം വർക്കിലും ഒരേ ചിട്ടവട്ടങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ അത് മൊണോട്ടണസ് ആവും. അതിന് ആ ക്ലിയർ പാറ്റേൺ ബ്രേക്കിങ്ങും മൊണോട്ടണി ബ്രേക്കിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് ഡിസൈനും മ്യൂസിക്കും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് എനിക്ക്. അത് രണ്ടും ഫാസിനേറ്റിംഗ് ആണ്. പിന്നെ രണ്ടുപേരുടെ വർക്കും കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ആർട്ടിസ്റ്റിൻ്റെ വർക്കും കാണാൻ പറ്റുന്നുണ്ട്, ഡിസൈനേഴ്സിൻ്റെ വർക്ക് കാണാൻ പറ്റുന്നുണ്ട്, മ്യൂസീഷ്യൻസിൻ്റെ വർക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് ക്യാൻവസ് ഭയങ്കര വൈഡും വലുതുമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ വർക്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പം വളരെ ടഫായിട്ടുള്ള ജഗ്ലിംഗ് ആണ് ഹരീഷ് ചെയ്യുന്നത്. അപ്പം ഒരു സൈഡിൽ വലിയൊരു കമ്പനിയുടെ വലിയൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഡിസൈൻ മാർക്കറ്റിംഗ് ഇതൊക്കെ ലീഡ് ചെയ്യുന്നു. മറ്റു സൈഡിൽ ഇരുന്നുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബാൻഡ്, അതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബാൻഡ്, വളരെ ത്രൂ ഔട്ട് ദ കലണ്ടർ പ്രോഗ്രാംസ് ഉള്ള ഒരു ബാൻഡിനെ കൺട്രോൾ ചെയ്യുന്നു, അതിൻ്റെ ട്യൂണിങ് നടത്തുന്നു, പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ ജോലിയും ശാസ്ത്രീയ സംഗീതവും കൂടെ ഒരു ദിവസം എങ്ങനെയാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പം എൻ്റെ ചോദ്യം, പാട്ടും പാടി ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ഒരു പക്ഷെ ചെയ്യുന്നവരുണ്ടാവാമായിരിക്കും. എനിക്ക് ഒരു പോയിന്റിൽ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക്
ജഗിള് ചെയ്യാൻ ഉള്ള എബിലിറ്റി കുറവാണെന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ. എനിക്ക് പക്ഷേ ഒരു ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്ത് ഒരു മീനിങ് പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മെൻ്റൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫോക്കസ് ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ് എനിക്കുണ്ട്. പക്ഷേ അപ്പം ഞാൻ ബേസിക്കലി ചെയ്യുന്നത് മ്യൂസിക്കിലേക്ക് നമ്മൾ ഇടപെടുമ്പോൾ മ്യൂസിക്കിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, വർക്കിലേക്ക് നമ്മൾ ഇറങ്ങി ചെയ്യുമ്പോൾ വർക്കിൻ്റെ കാര്യം മാത്രം നോക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റ് വരും എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഡു യു വാണ്ട് ഈച്ച് വൺ ടു ബി. ഞാൻ ഒരു മാസം എടുത്താൽ 80% എൻ്റെ മാസത്തിലെ സമയം യഥാർത്ഥ അവൈലബിൾ പ്രൊഡക്റ്റീവ് ടൈം എൻ്റെ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ 80% എൻ്റെ സമയം എൻ്റെ പ്രൊഫഷണൽ കരിയർ, ഒരു ഡിസൈനർ, മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, ഒരു എൻജിനീയർ, ഒരു സംരംഭകൻ, ഇങ്ങനെ ഒരു ലോകത്താണ് എൻ്റെ 80% സമയവും ചെലവഴിക്കപ്പെടുന്നത്. ബാക്കിയുള്ള 20%മാണ് ഞാൻ സംഗീതത്തിലേക്ക് കൊടുക്കുന്നത്. ആ ഒരു 20%ത്തിലേക്കുള്ള ഒരു വർക്കേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഒരു ഫുൾ ടൈം മ്യൂസീഷ്യൻ ചെയ്യുന്നതിൻ്റെ ഒരു അംശം മാത്രമാണ് ഞാൻ എന്ന മ്യൂസീഷ്യൻ ചെയ്യുന്നത്. വൈ ഡു ബോത്ത്? സിമ്പിൾ ആൻസർ, എനിക്ക് 2 കാര്യങ്ങൾ ഇഷ്ടമാണെന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ആൻസർ. എനിക്ക് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണലി ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള ജോലിയാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഓഫീസിൽ പോകുന്നത് എനിക്ക് വളരെ ഹാപ്പിനെസ് തരുന്ന, വളരെ ലിബറേറ്റിംഗ് ആയിട്ടുള്ള, വളരെ ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒരു കമ്പൾസീവ്ലി എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് എൻ്റേതായ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ആളുകൾ ആരാണ്, എൻ്റെ സുഹൃത്തുക്കൾ, പക്ഷേ ആളുകൾക്കിടയിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ ആളുകളുടെ എനർജിയിൽ നിന്ന് എനർജി ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എൻ്റെ ടീം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്രൊഫഷണൽസാണ്. ഡിസൈനേഴ്സ്, ഇലസ്ട്രേറ്റേഴ്സ്, മോഷൻ ആർട്ടിസ്റ്റ്, VFX ആർട്ടിസ്റ്റ്, ഇവരൊക്കെയാണ് എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്നത്. അവർ ഭയങ്കര എന്താ പറയുക, ദേ ആർ പീപ്പിൾ ദാറ്റ് വിൽ ചേഞ്ച് ദ വേ യു തിങ്ക്. ഈ ഒരു 5 പേരോട് കൂടെ നമ്മളൊരു അരമണിക്കൂർ സംസാരിച്ചാൽ നമുക്ക് എത്ര കുറവാണ് നമുക്ക് അറിയുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്നുള്ളത് ഇങ്ങനെ ഡെയിലി നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആ ഒരു കണ്ടിന്യൂസ് നോളജ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പൈസ ടെക്നിക്കലി ഹൗ മച്ച് മണി ഈസ് ഇനഫ് മണി എന്നുള്ളത് എനിക്കുള്ള ചരിത്രപരമായിട്ട് ആൻസർ ചെയ്യപ്പെടാത്തൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വന്നാൽ തന്നെ പോലും എനിക്ക് മിക്കവാറും ഓഫീസിൽ പോയിരിക്കേണ്ടി വരും. എനിക്ക് ആളുകളിൽ നിന്ന് പ്രചോദനവും ഇൻസ്പിറേഷനും അവരുടെ വാലിഡേഷനും ഇതൊക്കെ എനിക്ക് ആവശ്യമാണ്. ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത് ഒരു റെഗുലർ ബേസിസിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഭയങ്കര ഫേമസ് ആവുകയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് മ്യൂസീഷ്യൻ ആവുകയോ ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യപ്പെടാതിരിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ഫണ്ട്സ് എവറിത്തിങ്. ഇതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ്. എല്ലാ പാഷനെയും ഫണ്ട് ചെയ്യാൻ ആത്യന്തികമായിട്ട് വേണ്ടത് ഒരു മെയിൻ റോ മെറ്റീരിയൽ ക്യാപിറ്റൽ ഇല്ലാതെ പാഷനെ ഫണ്ട് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഇല്ലാത്ത കൊണ്ട് പാഷൻ ഫണ്ട് ചെയ്യാൻ പറ്റാതെ പാഷൻ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ജീവിതം ഹോമിക്കുന്ന ഒരുപാട് പേരുടെ കഥകൾ നമ്മളിങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്ത് കേൾക്കാറുണ്ട്. ഭയങ്കര കഴിവുള്ള മനുഷ്യൻ, പക്ഷേ കുഡ്ന്റ് ഡു എനിത്തിങ്, അർഹിച്ച സമയത്ത് അംഗീകാരം കിട്ടിയില്ല. ചിലതൊക്കെ നമുക്ക് ഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഫണ്ട് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ എല്ലാ കാലത്തും എനിക്കൊരാവശ്യമാണ്. അപ്പോൾ അത് എൻ്റെ പാഷനാണെങ്കിലും എൻ്റെ ലൈഫ് സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയാണെങ്കിലും ഇതെല്ലാം ഫണ്ട് ചെയ്യാൻ വേണ്ടത് പൈസ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് എനിക്ക് പൈസയോടൊരു ഭയങ്കര പ്രൊആക്റ്റീവ് സമീപനമാണുള്ളത്. മോസ്റ്റ് ഓഫ് യുവർ പ്രോബ്ലംസ് ക്യാൻ ബി ഫിക്സ്ഡ് വിത്ത് മണി എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇത് പറയുന്നതിൽ വിശ്വസിക്കാത്ത ആളുകൾ ഒരുപാട് പേര് എനിക്കറിയാം. പക്ഷേ എനിക്ക് എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈല്, എൻ്റെ ആർട്ട്, ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കൊണ്ടു നടക്കണമെങ്കിൽ ഐ നീഡ് ടു ഫണ്ട് ഇറ്റ് വിത്ത് ക്യാപിറ്റൽ. അപ്പോൾ ആ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ വേണ്ട കാര്യം ഞാൻ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ബാൻഡിൽ നിന്ന് മാത്രം വരുന്ന വരുമാനം, എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രത, എൻ്റെ പാഷൻ എല്ലാം ഫണ്ട് ചെയ്യുന്നൊരു ദിവസം എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്യും. ചിലപ്പോൾ ജോലി എന്ന് നിർത്താം, പക്ഷെ അതിൻ്റെ പൈസയ്ക്ക് പുറകെ ഒരു പക്ഷേ ഞാൻ പോയില്ല. ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒരു ഫാക്ടേഴ്സും പച്ചട്ടിക്കല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നു. നമ്മളൊരു വലിയ ഫേമിൻ്റെ ഡിസൈൻ ഹെഡായിട്ട് നമ്മൾ ടീമിനെ ലീഡ് ചെയ്യണം. ആ ഒരു മൂഡിനെ നമുക്കൊരു മ്യൂസിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒരു രാഗം, അങ്ങനെ ഒരു രാഗം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആഹാ, ആലോചിക്കട്ടെ. ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. നമ്മൾ രാഗത്തിലേക്ക് വരാം. എന്നാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ജോലി ഓരോ ഫംഗ്ഷൻ ഓരോ പോലെയാണ്. പക്ഷേ ഞാൻ ഡിസൈനിൻ്റെയും മാർക്കറ്റിങ്ങിൻ്റെയും ഫംഗ്ഷനാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഏറ്റവും പ്രത്യേകത, ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഭൂരിപക്ഷവും ക്രിയേറ്റീവ് പ്രൊഫഷണൽസ്, സ്വയം ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റ് ബ്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതിലെ ഏറ്റവും വലിയ ചാലഞ്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് സബ്ജക്റ്റിവിറ്റി.
ഒട്ടും ഒബ്ജക്റ്റീവ് അല്ലാത്തൊരു സംഭവമാണ് ഡിസൈൻ. എന്ന് വെച്ചാൽ ഏതാണ് നല്ല ആർട്ട് അല്ലെങ്കിൽ ഏതാണ് നല്ല ഡിസൈൻ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം അവരവരുടെ വീക്ഷണകോണിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം ഏറ്റവും വലിയ എൻ്റെ ലീഡർഷിപ്പ് ചാലഞ്ച് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റിവിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് ശരിയായൊരു തീരുമാനം എടുക്കുക. ഇത്രയും സബ്ജക്റ്റീവായിട്ടുള്ള ആളുകളെ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകുക, ഒരു മാർക്കറ്റിംഗ് ഡിറക്ഷനിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതാണ് എൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ ആലോചിക്കണം. അങ്ങനത്തെ രാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ മലയാളത്തിൽ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരുപാട് പാട്ടുകളുള്ള രാഗം രീതികോള രാഗം. കേൾക്കുന്നവർക്ക് വളരെ ലളിതം. ഇപ്പോൾ ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടിപ്പോൾ രീതികോള രാഗത്തിലെ പാട്ടുള്ളത്, ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുൻപേ, പാടുവതും രാഗം നീ തേടുവതും രാഗമായി, ദേവനും അനുരാഗിയ മമ്പലപ്രാവേ പ്രണതോസ്മി ഗുരുവായൂപുരേശം. ഇതൊക്കെ രീതികളുടെ രാഗമാണ്. ഇത് കേൾക്കുന്നവർക്ക് ഇതിന് എന്തെങ്കിലും ഒരു ആത്യന്തികമായ കോംപ്ലക്സിറ്റി ഉണ്ടെന്ന് ഫീൽ ചെയ്യാത്ത രാഗമാണ്. വളരെ ലളിതമായിട്ട് ഭയങ്കര ലാളിത്യത്തോടെ, ഉദാഹരണം തൂവാലത്തുമ്പികളിൽ അത്രയും ലാളിത്യമുള്ള ഒരു സീക്വൻസ് ആണ് അമ്പലത്തിൽ ചുറ്റും പോകുമ്പോൾ ഉള്ള ഒരു. പക്ഷേ ഈ രാഗത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗ്രാമർ ഉണ്ട്. ഇത് ഈ രാഗത്തിൻ്റെ ആരോഹണം സകരി ഗമനി നി മനി നി സ അല്ലെങ്കിൽ നീത മനി നി സ, ഈ ഗ്രാമർ ഈ രാഗത്തിൽ തെറ്റിക്കാൻ പറ്റില്ല. ഈ ഗ്രാമർ തെറ്റിച്ചാൽ ഈ രാഗം അല്ലാതെ ആവും. അത് ഈ ഗ്രാമറിലൊക്കെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ഇപ്പം എന്തും എങ്ങനെയും പാടാം, ഞാൻ ആ ക്യാമ്പിലുള്ള ആളാണ്. പക്ഷേ രീതികോള രാഗത്തിൻ്റെ ഒരു ഇഡിയം ഇതാണ്. പക്ഷെ ഇത് പുറത്ത് കാണിക്കാതെ, ഈ ഒരു ഇഡിയം പുറത്ത് കാണിക്കാതെ ആളുകളിലേക്ക് അത് എത്തിക്കണം. പക്ഷേ ഇൻവേർഡായിട്ട് ഈ ഒരു ഗ്രാമർ കീപ്പ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ രാഗം പാടുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിംഗേഴ്സിനും വരുന്നൊരു ചാലഞ്ചാണ്. കാരണം ഈ റെസ്ട്രിക്ഷൻ, ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ഈ രാഗത്തിനുള്ളത് ഓഡിയൻസിലേക്ക് എത്തരുത്. ഇപ്പോൾ താങ്കളിത് കേൾക്കുമ്പോൾ ഇതിനെന്തോ ഇങ്ങനെ ഭയങ്കര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഗ്രാമാറ്റിക്കൽ കോംപ്ലക്സിറ്റി ഉണ്ട് എന്ന് ഓഡിയൻസിന് തോന്നാത്തത് കൊണ്ടാണ് ഈ രാഗം ഇത്രയും സഹൃദയമായി, ഇത്രയും ജനകീയമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ്. ഇതുപോലെയാണ് എൻ്റെ വർക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസൈൻ എന്നുള്ളതിൻ്റെ പ്രോസസ്സ്, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ എല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആളുകളാണ്. സെപ്പറേറ്റ് തിങ്കിങ് ഡൈനാമിക്സ് ഉള്ളവർ, സെപ്പറേറ്റ് പൊളിറ്റിക്കൽ ബിലീഫ്സ് ഉള്ളവർ, ആർട്ടിസ്റ്റിക് ബിലീഫ്സ് ഉള്ളവർ. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം, ഡിസൈൻ ഔട്ട്കം കാണുന്ന ആൾക്ക് ഭയങ്കര ഓർഗാനിക്കായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് നല്ല ഡിസൈൻ പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കോംപ്ലക്സിറ്റി അതിൽ മുഴച്ചു നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഔട്ട്കം ആവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളിതിൽ കർണാടക സംഗീതം പഠിക്കുന്നത് ഇതിനെ ഉഭയവക്ര രാഗം എന്നാണ് വിളിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കും നോട്ടുകൾ മാറിക്കൊണ്ട് പോകുന്ന ഗ്രാമറുള്ള രാഗം. ഇതെനിക്ക് പലപ്പോഴും വർക്കിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം മാനേജിങ് ഹ്യൂമൻസ് വിത്ത് ഡിഫറെൻറ്റ് സബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ. എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം സോഫ്റ്റ്വെയർ ലളിതമാണ്, സയൻസാണ്. ബഗ്ഗുണ്ട്, ബഗ്ഗില്ല, ഓടിയില്ല, റൺ ചെയ്തില്ല. ഡിസൈൻ അങ്ങനെയല്ല. താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല എനിക്കിഷ്ടപ്പെടുന്നതല്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത്. ഇത് ചെയ്യുന്ന ആൾക്ക് തന്നെ വേറെ ബിലീഫായിരിക്കും, ഇങ്ങനെയല്ല ചെയ്യേണ്ട. അങ്ങനത്തെ ഒരു യൂണിറ്റിനെ കൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഔട്ട്കം ക്രിയേറ്റ് ചെയ്യുക. അവരെ ഒരുമിച്ച് നിൽക്കാൻ, റെജിമെൻ്റലായിട്ട് അവരെ ഒരുമിച്ച് നിൽക്കാൻ പ്രേരിപ്പിക്കണം. കാരണം ക്രിയേറ്റീവ്സ് പൊതുവെ അനാർക്കിക്കാണ്, അല്ലെങ്കിൽ റിബേലിയസ് ആണ്, അല്ലെങ്കിൽ അവർക്കൊരു ചട്ടക്കൂടിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ പെർസീവ് ചെയ്തത്. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റിനെ എങ്ങനെ റെജിമെൻ്റലൈസ് ചെയ്യാം, ഒരു കോമൺ കോസിന് വേണ്ടി അവരെ എങ്ങനെ ഹാസിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് മാനേജ്മെൻറ്റ് ചാലഞ്ചാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചാലഞ്ചാണ്. അതേപോലെ തന്നെയാണ് ഈ വളരെ സ്ട്രിക്റ്റ് ഗ്രാമർ ഉള്ളതിനെ, ആ ഗ്രാമർ ഓഡിയൻസിനെ അറിയിക്കാതെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. എല്ലാം നമ്മൾ ഗ്രാമറൊക്കെ ഓഡിയൻസ് പഠിച്ചിട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ ആ രാഗമോ പാട്ടോ ഒട്ടും തന്നെ ജനകീയമാവില്ല. അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റും. ജനകീയമല്ലാതായി പോകുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രാഗ സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഈ രീതികോള കോംപ്ലക്സ് ആയിട്ടുള്ള രാഗമാണ്. പാടുന്ന ആൾക്ക്, കേൾക്കുന്ന ആൾക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു രാഗമാണ്. ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇപ്പം വാദി, സംവാദി, അനുവാദി, വിവാദി എന്ന് പറയും. ബാക്കിയൊക്കെ സഹിക്കാം. അനുവാദി വരെ നമുക്ക് സഹിക്കാം. വിവാദി വന്ന പ്രശ്നമായി. അപ്പോൾ ഇങ്ങനൊരു വിവാദി നിങ്ങളുടെ ഡിസൈൻ ഗ്രൂപ്പിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബേസിക്കലി ഇപ്പോൾ ക്രൊമാറ്റിക്, അതിനാണ് നമ്മൾ വിവാദി എന്ന് പറയുന്നത്. രണ്ട് മൈക്രോടോൺസ് ഒരുമിച്ച് വരുന്ന രാഗം, മറ്റേ സ്കെയിൽസിനെയാണ് നമ്മൾ വിവാദി. സ്ട്രിക്റ്റ് നോനോ ആണല്ലോ.
അല്ല, അപ്പോൾ വിവാദിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട് നോ അല്ല. ഞാൻ പറയട്ടെ, അത് കർണാടക സംഗീതത്തിലെ വിവാദി രാഗങ്ങൾ പൊതുവെ അങ്ങനെ അതിൻ്റെ മെയിൻ കാരണം ഡിസനൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം വാക്ക് എനിക്ക് തോന്നുന്നത് താങ്കൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ആ നാ 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 നാ. ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് കിട്ടുന്ന ഫീലിംഗ് ഡിസനൻസ് ആണ്. സമ്യക്കായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ല കിട്ടുന്നത്. പക്ഷേ ഇതിനെ ഡിസനൻസിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആർട്ടിസ്റ്റുകൾ, എൻ്റെ ഏറ്റവും ഫേവററ്റ് ആർട്ടിസ്റ്റ് ശ്രീ ഗുലാം അലി ഖാൻ സാഹിബ്, ഗസൽ മേസ്ട്രോ, എത്ര പാട്ടുകളിലാണ് അദ്ദേഹം ഈ ഡിസനന്റ് നോട്ട്സിനെ ഉപയോഗിച്ച് നമ്മളെ ലിറ്ററലി ഗൂസ് ബംസ് ക്രിയേറ്റ് ചെയ്യുന്ന അവന്തിൽ ധടക്കനേ കസബബ്, ഇതൊക്കെ ഡിസനന്റ് നോട്ട്സാ. പക്ഷെ അദ്ദേഹം അത് ഹാർമോണിയത്തിൽ വായിച്ച് പാടുമ്പോൾ നമുക്ക് ഡിസനൻസ് ഫീൽ ചെയ്യില്ല. ആ ഒരു ഡിസനന്റ് നോട്ട്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ അതിനകത്തൊക്കെ ഈ ഈ ഈ വിവാദി സഞ്ചാരങ്ങളുണ്ട് അദ്ദേഹം പാടുന്നതിൽ. ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു ഡിസനന്റ് നോട്ട്സിനെ ഒരു ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിൽ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് പഠിക്കുന്ന അവരെയാണ് നമ്മൾ മെയ്സ്ട്രോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസൈനിലും ഇങ്ങനത്തെ മെയ്സ്ട്രോസ് ഉണ്ട്. ഈ ഡിസനൻസിനെ കറക്റ്റായിട്ടൊരു ഓർഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദ എൻഡ് ഔട്ട്കം ഇസ് സ്റ്റിൽ വെരി കാലിഫോണിക്. പക്ഷേ ഈ ഡിസനൻസിനെ ഡിസനൻ്റ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാക്കോഫോണിയാണ്. നമുക്ക് പലപ്പോഴും ഈ വിവാദിയൊന്നും വേണ്ട, കാരണം പൊതുവേ ബാബുജി ബുദ്ധിമുട്ടുള്ള പണി ആർക്കും അങ്ങനെ ചെയ്യാൻ താല്പര്യം, ഇതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതിലേക്ക് പോകും. പക്ഷേ ഈ മെയ്സ്ട്രോസ് ഓഫ് ഓൾ ക്രാഫ്റ്റ്, ഡിസൈൻ ആണെങ്കിലും ആർട്ട് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും, ട്രൂ മെയ്സ്ട്രോസ് ഹാവ് മാസ്റ്റേർഡ് how to place dissonant notes and still create beautiful melodious music from it. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അതൊക്കെയാണ് എൻ്റെ ആംബിഷൻ. എനിക്കിപ്പം ഒരു ഗുലാം അലി ഖാൻ സാഹിബിൻ്റെ 0.000001% പോലും ആവാൻ ഉള്ള ഒരു ട്രെയിനിങ്ങോ ഒരു ഡെവലപ്മെൻറ്റോ എനിക്കില്ല. എന്നാൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ബാർ നമ്മുടെ കൺമുള്ളിങ്ങനെ കാണും, ഒരു മലയൊക്കെ കാണുന്ന പോലെ. ഇത് നടന്ന് കയറിയാൽ എത്തുന്ന പോയിന്റ് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും നമുക്ക് തോന്നുന്ന അതുപോലെയാണ് എനിക്ക് ഡിസൈനിലും. ഈ ഡിസനൻസ് പ്ലേസ് ചെയ്യാൻ അറിയണം, അത് പഠിക്കണം. അത് പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റും. അകം എന്ന് പറയുന്ന ബാൻഡ് നമ്മൾ ക്ലാസിക്കൽ കർണാട്ടിക് മ്യൂസിക്കും അതുപോലെ പ്രോഗ്രസീവ് റോക്കും ഒരുപോലെ സമ്മേളിപ്പിക്കുന്ന ഒരു അതിനൊരു ശ്രമമാണ്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ആസ് യു സെഡ് ഇൻ എൻ ഇന്റർവ്യൂ, ഞാൻ ഒരിക്കലും അത് ഡെസിക്രേറ്റ് ചെയ്യില്ല, ഞാനൊരു റെഫറൻസോടെ നടക്കുന്ന ആളാണ്. പക്ഷെ എങ്കിൽ പോലും ഇത് കേൾക്കുന്ന ആളുകൾ, whether they are educated, qualified or not, that's another thing. പക്ഷെ അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നു ഹെവി ആയിട്ട്. യു ആർ കൈൻഡ് ഓഫ് ഡെസിക്രേറ്റിംഗ് ദ ഗുഡ് വർക്ക്സ് ദാറ്റ് അതേഴ്സ് ഡിഡ്. അപ്പം അങ്ങനെ ഉള്ള ക്രിറ്റിസിസത്തിനെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ ബാൻഡും വെച്ച് 18 വർഷമായി ഇപ്പം കൊണ്ടുപോകുന്നു. ആ ഒരു എന്തൂസിയാസം എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു? ക്രിറ്റിസിസത്തിന് രണ്ട് മെയിൻ സ്വഭാവമാണുള്ളത്. ഒരെണ്ണം ഡീവിയേഷൻ, നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷൻ വിമർശനമായിട്ട് പുറത്തേക്ക് വരും. പക്ഷേ ഡീവിയേഷൻ നെസസറിലി ഒരു മോശപ്പെട്ട കാര്യമല്ല. ഡീവിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് എൻ്റെ മസിൽ മെമ്മറിയിൽ നിന്ന് പെട്ടെന്നൊരു സാധനം വ്യതിചലിച്ചപ്പോൾ ആ വ്യതിചലിച്ച സംഭവത്തെ കേൾക്കാനുള്ള മനസ്സ് പോലും എനിക്കില്ല. ഒറ്റത്തവണ കേട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ അല്ലാത്തൊരു സംഭവം ഇങ്ങനെ ആക്കി തീർത്തു, അതിനെ നമ്മൾ വിമർശിക്കുന്നു. വേറൊരെണ്ണം രണ്ടിനെയും ഈക്വൽ ഷെയറിൽ കേട്ട് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നു. ഞാൻ ഇതൊരു 50 തവണ കേട്ടു, ഇതും ഒരു 45 തവണ കേട്ടു. ഇപ്പോൾ എനിക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിനെ വിമർശിക്കാൻ പറ്റും. ഈ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ രണ്ടാമത്തെ ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്ടപ്പെടാത്തത്. ഈ രണ്ടാമത്തെ കാറ്റഗറി ഒരു ആർട്ടിസ്റ്റിന് ഭയങ്കര വാല്യൂബിൾ ആണ്. കാരണം അവർ അത്രയും എഫേർട്ടും ഈ വിമർശനത്തിലേക്കൊരു അത്രയും എഫേർട്ട് പോയിട്ടുണ്ട്. മറ്റേതൊരു പൊള്ളയായ ഒരു ബേസിക്കലി പെട്ടെന്ന് ബിരിയാണിയിൽ പൈനാപ്പിൾ കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് അത്. അതുകൊണ്ട് ആ ബിരിയാണി മോശം എന്ന് അർത്ഥമില്ല. ഞാനിതുവരെ കഴിച്ച ബിരിയാണിയിൽ പൈനാപ്പിൾ ഇല്ല, അതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയിലും പൈനാപ്പിൾ ഉണ്ടാവരുത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫ്യൂട്ടൈൽ ആർഗ്യുമെൻ്റ് ആണത്. അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം ഇതിനെ കുറച്ചും കൂടിയും സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ആധികാരികമായി പഠിച്ച് ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടൊരു ഒപ്പീനിയൻ നമുക്ക് തരുന്ന ഒരാളുടെ വിമർശനം ഭയങ്കര ഗുണം ചെയ്യും നമുക്ക്. കാരണം നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് ആ വ്യക്തി അതിൽ കാണുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസവുമാണ് ജീവിതത്തിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എന്താ പറയുന്നത്, ഇമോഷണലി ട്രിഗേർഡ് ആയിട്ടുള്ള ക്രിറ്റിസിസം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു ആർട്ടിസ്റ്റിനും അതിനെ അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടിട്ട് വിടുന്നു.
മേ ബി ക്രിറ്റിസിസം തന്നിട്ടുള്ള പലതും ഇംപ്രൂവൈസേഷൻസിന്റെ പുറത്തായിരിക്കും. യു ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹരിഹരൻ ജി. പുള്ളി ഒരു പാട്ട് ഒരുപോലെ പാടുന്ന ഒരുപാട് പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഹ്യൂമൻസ് ഇത്രയും വരെ എത്തിയത് ഇംപ്രവൈസ് ചെയ്തത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ തമാശ ഇംപ്രവൈസേഷനെ എതിർക്കുന്നവരുടെ ജീവിതത്തിൽ പല പല മോമെന്റ്സിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പെട്ടെന്നൊരു ഒരു സ്വിച്ച് ബോർഡ് വർക്ക് ചെയ്യാതാവുമ്പോൾ പ്ലഗ് ഊരി കളഞ്ഞിട്ട് ഇത് എന്താ പറയുക മറ്റേ തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് കുത്തിയിട്ട് ലൈറ്റ് കത്തിക്കും. അതൊരു ഇംപ്രവൈസേഷനാണ്. അത് നാച്ചുറലി അന്തസത്ത ഒരു പ്ലഗിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ സോൾഡർ ചെയ്ത സോക്കറ്റാണ്. ചിലപ്പോൾ അതല്ല നമ്മളിതിനെ ജുഗാഡ് എന്നൊക്കെ വിളിക്കും ഹിന്ദിയിൽ. ഇതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഇംപ്രവൈസ് ചെയ്താണ് ഭക്ഷണങ്ങൾ പലതും ഇവോൾവ് ആയിട്ടുള്ളത്. ഒരു ഹ്യൂമൻ്റെ ടെൻഡൻസിയാണ് എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റിന് അലോയ്സ്. നമ്മൾ കെമിസ്ട്രി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്വർണം നമുക്ക് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര വലിയ ഹ്യൂമൻ ഇംപ്രവൈസേഷൻ. ഒരു സ്വർണത്തിനെ ഒരു മാലിയബിൾ മെറ്റീരിയൽ ആക്കുക, അടിച്ച് അല്ലെങ്കിൽ വലിച്ചു നീട്ടാവുന്നൊരു മെറ്റീരിയൽ ആക്കാൻ സ്വർണത്തിലേക്ക് കളർ ആഡ് ചെയ്യേണ്ടി വരും. തനി തങ്കത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാച്ചുറൽ അലോയ്സ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ജീവിതത്തിലെല്ലാം അലോയ്സ് ആണ്. അപ്പം ഇംപ്രവൈസേഷൻ ഒരു ആത്യന്തികമായ മാനുഷികമായ ഒരു 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 റിസ്പോൺസാണ് ടു തിങ്സ്. അങ്ങനെയാണ് ഹ്യൂമാനിറ്റി പ്രോഗ്രസ് ഉണ്ടാക്കിയത്. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിജിയുടെ ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡെലിബറേറ്റ് ആണ്. അദ്ദേഹം തോന്നുമ്പോൾ വെറുതെ എന്തോ പാടുന്നതല്ല അദ്ദേഹത്തിൻ്റെ സംഗീതം. അദ്ദേഹത്തിനോട് ഇപ്പോൾ കുറേ സംസാരിക്കാനുള്ള, വൈകിയാണെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നേരം സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് കിട്ടി. ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് ആ ഭാഗ്യം കിട്ടുന്നത്. ഹരിഹരൻജിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് ഇതരമായ രീതിയിൽ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഇംപ്രവൈസേഷൻസ് വളരെ ഡെലിബറേറ്റ് ആണ്, വർഷങ്ങളുടെ സാധകം കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഒരു സംഗതി പാടുന്നു ഒരു പാട്ടിൽ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പല പാട്ടുകളും എനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാധനം, അദ്ദേഹം ചെയ്യുന്ന ഒരു 99% കാര്യങ്ങളും എൻ്റെ സ്കില്ല് കൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് കടക്കുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പാടുന്ന ഒരു പാട്ട്, ഇപ്പം 2 പാട്ട്, ഇപ്പം നിലാകായികർ എന്നൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വെർഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഉയിരെ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയിരെ തന്നെ എടുക്കാം. അദ്ദേഹം എടുത്ത ഉയിരെ എന്നുള്ള പാട്ടിൽ, ആക്ച്വൽ പാട്ടിൽ കാതൽ ഇരുന്താൽ എന്തൻ കണ്ണോട് കലந்து വിട്, കാലം തടുത്താൽ എന്നെ മണ്ണോട് കലந்து വിട്. ഇതാണ് കോമ്പസിഷൻ. ഇത്രയേ ഉള്ളൂ പാട്ടിൽ. അദ്ദേഹം അത് ലൈവിലുണ്ട് പറഞ്ഞത്. ഇത് രാഗത്തിൽ ചാരുകേശിയുടെ അംശവും മറ്റൊരു രാഗത്തിൻ്റെ അംശവും ഉണ്ട്. റഹ്മാൻ സാറിൻ്റെ ജീനിയസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ഓഡിയൻസ് അറിയാതെ പ്ലേസ് ചെയ്തിരിക്കുന്നു. വളരെ വിഷാദമായുള്ള രാഗമാണ് ചാരുകേശി. വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു പല്ലവിയാണ് ഉയരേക്ക്. വളരെ മെലങ്കളി ആയിട്ടുള്ളൊരു അനുപല്ലവി. ഇത് 2 രാഗത്തിൻ്റെയും അംശങ്ങൾ ഈ പാട്ടിലുള്ളതിനെ ഒരു സംഗതിയിലൂടെ അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാതൽ ഇരുന്താൽ സംഗതി, കാലം തടുത്താൽ. ഇത് രണ്ടും അദ്ദേഹത്തിന് വെറുതെ തോന്നുന്നതല്ല. ആ രാഗത്തിൻ്റെ സാധ്യതകൾ അദ്ദേഹം അത്രയും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വരുന്നൊരു കാര്യം, വളരെ മെഷേർഡാണത്. അതിങ്ങനെ ഒരു വലിച്ചു വാരി തൂവിയിടുന്ന ഒരു സംഗതിയല്ല അദ്ദേഹത്തിൻ്റെത്. അത് എണ്ണം പറഞ്ഞ് മനസ്സിൽ മെഷർ ചെയ്ത് 1000 തവണ പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ലൈവിൽ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വർഷങ്ങളുടെ പ്രാക്ടീസിലാണ് അദ്ദേഹത്തിന് ആ പ്രിസിഷൻ, അത്രയും വെറൈറ്റി അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കുള്ള ആകെ പ്രശ്നം എന്താ, നമ്മൾ കേട്ടത് ഇങ്ങനെയല്ല. നമ്മൾ എന്ത് കേട്ടു എന്നുള്ളതിന് അത്രയ്ക്കൊരു വലിയ സ്ഥാനം കൊടുക്കേണ്ടതുണ്ടോ? നമ്മളിതിനു മുമ്പ് കേട്ടതിന് ഈ കേട്ടു മറക്കുക എന്നുള്ളതൊന്നും ഒരു ആർട്ടിൽ വലിയൊരു സ്ഥാനമുള്ള കാര്യങ്ങളല്ല. ആർട്ടിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ ഇനി ഇതെന്താകും, ഇതിനി എവിടേക്ക് ഒഴുകും, ഈ ഒരു നദി പോലെ ഒഴുകുന്ന ഇത് ഇനി എന്ത് രൂപമെടുക്കും, എന്ത് ഭാവങ്ങളിലേക്ക് മാറും, ഉഗ്രരൂപം എടുക്കുമോ, ശാന്തമാകുമോ, ചെറുതാകുമോ? ഇതാണ് ആർട്ടിൻ്റെ പർപ്പസ്. അതിൽ ഞാൻ ഇതിനു മുമ്പ് കേട്ടതിൽ നിന്ന് വ്യതിചരിച്ചു എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് എന്ത് സ്ഥാനമാണുള്ളത്? എന്നോട് പലപ്പോഴും വരുന്ന ക്രിറ്റിസിസം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ കമ്പോസർ തന്നെ അത് ചെയ്യുമായിരുന്നു. അതൊരു ഫ്യൂട്ടൈലായിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. കാരണം
ഒരു സമയത്ത് നമ്മൾക്ക് വരുന്ന ഒരു ഐഡിയ, ഒരു സ്ട്രക്ചർ, ആ സമയത്ത് നമുക്ക് വരുന്ന ക്രിയേറ്റീവ് എക്സ്പ്രഷനാണ്. അതാണ് നമ്മളുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ്റെ അവസാനം എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലപ്പോൾ ഇപ്പോൾ ബാബുക്ക നമുക്കൊക്കെ വികാരമായിട്ടുള്ള, അദ്ദേഹം പ്രാണസഖി പാടുന്ന മനോരമ ഇട്ട ബാബുരാജ് പാടുന്നുള്ള കാസറ്റിൽ അദ്ദേഹം പ്രാണസഖി പാടുമ്പോഴാണ് എനിക്ക് ഒരു നമ്മൾ ഈ സംഗതി എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എന്താ, ഇപ്പോൾ എങ്കിലും എന്നോമലാൾക്കു താമസിക്കാനെൻ കരടിൽ, ഇത്രയേ ഉള്ളൂ സിനിമയിൽ വന്ന പാട്ടിൽ. ഇത് തന്നെ അദ്ദേഹം പെട്ടി വായിക്കുമ്പോൾ എങ്കിലും എന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ എന്നാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ഇത് അദ്ദേഹം കമ്പോസ് ചെയ്തപ്പോൾ, അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ തെളിവായില്ലേ, അന്ന് കമ്പോസ് ചെയ്തതല്ല അതിൻ്റെ ഒരു അവസാനത്തെ രൂപം എന്നുള്ളത് അദ്ദേഹം തന്നെ പാടിയതിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. ശരത് സാർ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പല വേദികളിൽ പാടുമ്പോൾ അതിൻ്റെ പല പല വേരിയൻസ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എൻഡ് സ്റ്റേറ്റ് ഒന്നും അറിയില്ല. അതൊരു ഡിപ്പെൻഡൻസിയുടെ മുകളിൽ. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഇന്ന് രാത്രി ഒരു പാട്ട്, ഒരു ട്യൂൺ കൊടുക്കണം, ഇന്ന് രാത്രി അതിൻ്റെ ഡെഡ് ലൈൻ, ഒരു ട്യൂൺ നമ്മൾ കൊടുത്തു, അതൊരു ഗായകൻ പാടി, അതിനൊരു രൂപമായി. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ട്യൂണിൽ തന്നെ മറ്റൊരു കാര്യം മനസ്സിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ലിമിറ്റഡ് അഭിപ്രായം, നമ്മൾക്ക് കേൾക്കാനിടയായതാണ് ഒരു സാധനത്തിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ് എന്നുള്ളത്. ഒരു പക്ഷെ പെയിൻറ്റിങ്ങുകൾക്കോ ശില്പങ്ങൾക്കോ അല്ലെങ്കിൽ ഫിസിക്കലി തൊട്ടനുഭവിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ശ്രവണം അല്ലെങ്കിൽ കേൾവിയിലൂടെ നമ്മൾ പെർസീവ് ചെയ്യുന്ന ഒരു ഫോമിന് അങ്ങനത്തെ ഒരു ആകൃതിയോ ഒരു സ്ഥായിയായ ഒരു സ്ട്രക്ചറോ നമുക്ക് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. എന്നോട് വിദ്യാജി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഷോയ്ക്ക് എന്നോട് തങ്കത്തിങ്കൾ എന്നോട് പാടാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ചെവിയിൽ അദ്ദേഹം പറഞ്ഞത്, ഹരീഷ്, മൈ സോങ്സ് ഹാവ് എ ലൈഫ് ഇൻ ഓൾ സ്പീഡ്സ് ബിക്കോസ് ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് ദ മെലഡി ഐ ഹാവ് ക്രിയേറ്റഡ്. ദ മെലഡി ഓഫ് ദിസ് സോങ് ക്യാൻ ലിവ് ഇൻ എനി അറേഞ്ച്മെൻറ്റ്. ഇറ്റ് ക്യാൻ ലിവ്. What you need to live is the melody. Don't destroy the melody. Feel the melody and after that it can be presented in any way. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അപ്പോൾ എന്നോട് പറഞ്ഞത് ടെമ്പോ അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് അല്ല ഹരീഷ് ശ്രദ്ധിക്കേണ്ടത്, ഈ മെലഡിയെ എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ആ മെലഡിയെ മനസ്സിലാക്കാനുള്ള ഒരു പഠനമാണ് ഒരു ഗായകൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹരീഷ് ഇതിനെ ഞാൻ വെറും പാഡ്സ് മാത്രം വായിക്കാം. ലൈവ് ഇത് ഷോയ്ക്കാണ്, അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് എന്നെ പാടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് ഞാൻ പാഡ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഞാൻ ഒരു പെർക്കഷനും ഇതിന് ഹരീഷിന് തരില്ല. ലിവ് ദ മെലഡി. അത് പാടിക്കഴിഞ്ഞപ്പോൾ ഒരു 3 സജഷൻസ്. ഇവിടെ ഇങ്ങനെ 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 ചെയ്യും. അദ്ദേഹം എന്നോട് ഒറിജിനൽ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാനല്ല പറഞ്ഞത്, എന്നോട് മെലഡി അനുഭവിക്കാനാണ്. ഇത് ഞാൻ പറയുന്നത് കമ്പോസറിൻ്റെ വാക്കുകളാണ് എന്നോട് പറഞ്ഞത്. അവർക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട് അവരുടെ മെലഡികളെ പറ്റി. ഒരു കമ്പോസറിന് വളരെ സെക്യൂറാണ് കമ്പോസേഴ്സ്. എൻ്റെ പാട്ടിന് ഈ ഒരു ഒറ്റ റെക്കോർഡിങ്ങിൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് ഒരു കമ്പോസറും വിശ്വസിക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സഹൃദയനായിട്ടുള്ള സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമാണ്, ഒരു അനക്ഡോട്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു കോളേജിൽ പോയി, ഒരുപാട് പുതിയ കുട്ടികൾ, ന്യൂ ജനറേഷൻ കുട്ടികൾ വരുന്നു. അതിലൊരാളോട് അദ്ദേഹം പറയുന്നു, ചോദിക്കണം ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ചോദിക്കുന്നുണ്ട്, ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നത് മനവ്യാലക്കും ചരാതരെ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അപ്പം ത്യാഗരാജ കൃതി ഈ കുട്ടിക്ക്, അതും അത്രയും പോപ്പുലർ അല്ലാത്തൊരു കൃതി അറിയാമെന്ന് ഇദ്ദേഹം ഞെട്ടലോടെയാണ് മനസ്സിലാക്കുന്നത്, സന്തോഷത്തോടെ. പക്ഷെ അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത്, ഇതെങ്ങനെ പരിചയപ്പെട്ടു? അപ്പോൾ അത് ഹരീഷ് ശിവരാമകൃഷ്ണൻ്റെ എന്ന ആൽബത്തിലുള്ളതാണ് പറയും. അപ്പോൾ ഹി വാസ് വെരി ഹാപ്പി എന്ന് പറഞ്ഞു. ത്യാഗരാജ സ്വാമികൾ ഒരുപാട് കൃതികളുണ്ട്. ഇത് വർക്ക് ചെയ്താൽ, ഇത് റീവർക്ക് ചെയ്താൽ, അഡാപ്റ്റ് ചെയ്താൽ വർക്ക് ചെയ്യുമെന്ന് എങ്ങനെയാണ് ആ ഒരു കോൾ എടുക്കുന്നത്? ഒരു ഫോർമുല ഇല്ല, ടു ബി വെരി ഓണസ്റ്റ്. ചില രാഗങ്ങൾ, നളിനകാന്തി രാഗം, ഈ കീർത്തനം ആധാരമാക്കിയിട്ടുള്ള നളിനകാന്തി രാഗം ഒരു വ്യത്യസ്തമായ സംഗീത ശൈലിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് തരുന്നൊരു രാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രാഗത്തിൽ സിനിമാ ഗാനങ്ങൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുതാരത്തിനെ കണ്ട് കൊണ്ടേ എന്നുള്ള പാട്ട് നളിനകാന്തി രാഗത്തിലാണ്. ആ ഒരു രാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് വളരെ ജനകീയമായ രാഗം കേൾക്കാൻ, എന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ച് നാച്ചുറൽ റിയാക്ഷൻ ടു ദ രാഗം സന്തോഷമായിരിക്കും. അല്ലാതെ ഒരു വേദനിപ്പിക്കുന്നതോ മുറിപ്പെടുത്തുന്നതോ ഇമോഷണലി ടഗ് ചെയ്യുന്നതോ ആയിട്ടുള്ള രാഗമല്ല, വളരെ ഹാപ്പി ആയിട്ട് വരുന്നൊരു രാഗം. കീർത്തനത്തിൻ്റെ ഒരു ഈണത്തിൻ്റെ സ്ട്രക്ചർ, 6 അക്ഷരം തള്ളി എന്ന് പറയുന്ന തക്കീട്ട മനവ്യാലയ്ക്കും എന്ന് തുടങ്ങുന്ന ഒരു സ്ട്രക്ചർ തന്നെ
അതിനൊരു താളം വളരെ ഈസി ടു ഒബ്സർവ് ആയിട്ടുള്ളൊരു താള സ്ട്രക്ചറാണ്. പിന്നെ മൂന്നാമത്തേത് ആത്യന്തികമായിട്ട് ഒരു ഭയങ്കര പെഡഗോജിക്കലി ഇൻറ്റൻസ് ഒന്നുമല്ല ആ പാട്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഞാൻ അകം തന്നെ ചെയ്ത വേറൊരു പാട്ടുണ്ട്, രംഗപുര വിഹാര. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാട്ടാണ്. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു പാട്ട്. മലയാള കിഞ്ചര പാടുന്നവർക്കും കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കും എല്ലാവർക്കും ആഹാ എന്തൊരു നല്ല പാട്ട്, എന്തൊരു സുഖമുള്ള പാട്ട്. അർത്ഥമൊന്നും മനസ്സിലാവില്ല, തെലുങ്കാണ്, ഭാഷയോ അർത്ഥമോ ഒന്നും മനസ്സിലാവില്ല, എന്നാലും കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു സന്തോഷം. ഒരു അമ്പലത്തിൽ പോയ ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയ ഫീലിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ പാട്ടുകൾ തിരഞ്ഞെടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നാച്ചുറലി അതിന് സ്വീകാര്യത കിട്ടും. അത് ആ മെലഡിയുടെയും ആ പാട്ടിൻ്റെ മെലോഡിക് കോമ്പോസിഷണൽ സ്ട്രക്ചർ. ത്യാഗരാജ സ്വാമി എത്ര ആയിരക്കണക്കിന് പാട്ടുകൾ എല്ലാ കോംപ്ലക്സിറ്റിയിലും അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. ഇത് അതിലെ ഇങ്ങനത്തെ ഒരു അയത്ന ലളിതമായിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടിന് സ്വീകാര്യത കിട്ടുന്നത്. ഞാൻ അതിനകത്ത് നമ്മളുടെ ബാൻഡ് അതിനൊരു മാധ്യമമായി, ഞങ്ങളതിനൊരു മീഡിയം, വി ആർ എ ഗുഡ് മെസ്സഞ്ചർ ഫോർ ദാറ്റ്. പക്ഷേ അതിന് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആ കോമ്പോസിഷൻ, ഈ പാട്ട് നളിനകാന്തി രാഗത്തിലെ, ഈ ദേശാദി രാഗത്തിലെ താളത്തിലെ ഈ കീർത്തനത്തിൻ്റെ ഒരു മെറിറ്റ് ഞങ്ങളെന്നൊരു മീഡിയത്തിലൂടെ ചെറുപ്പക്കാരിലേക്ക് എത്തി. അതവർക്ക് ഇഷ്ടപ്പെടുന്നു. അതിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഒരുപാട് നന്ദി. പക്ഷേ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകേണ്ടത് ത്യാഗരാജ കീർത്തനത്തിന് തന്നെയാണ്. പിന്നെ തെലുങ്ക് ഭയങ്കര ഒരു മെലോഡിക് മീറ്ററുള്ള ഭാഷ, കൂടുതൽ വേർബ് അല്ലെങ്കിൽ വവൽ സൗണ്ട്സ് മാത്രമുള്ള ഒരു ഭാഷയായതുകൊണ്ട് നാച്ചുറലി സ്വീറ്റ്നെസ് സിഗ്നിഫിക്കൻ്റ്ലി കൂടും. അപ്പോൾ അത് മലയാളികൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു വവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ശബ്ദങ്ങൾ കൂടുതലുള്ള ഒരു ഭാഷയായതുകൊണ്ട് അത് നാച്ചുറലി കുറച്ചും കൂടി മനോഹരമായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം അകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 18 വർഷമായി, പ്രായപൂർത്തിയായി അകത്തിന്. ടീനേജ് താണ്ടുന്നു. അന്ന് അകം തുടങ്ങുന്ന സമയത്ത് ഹരീഷും സംഘവും നേരിട്ടിരുന്ന ചലഞ്ചുകളല്ല ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കുള്ള. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ബാൻഡ് തുടങ്ങുക, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഫണ്ട് കണ്ടെത്തുക, ഇവർക്ക് ടൂർസ് കിട്ടുക, പ്രൊഡക്ഷൻസിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യുക, അങ്ങനെ ആലോചിക്കുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ വൈറാലിറ്റി അല്ലെങ്കിൽ പോപ്പുലാരിറ്റിക്ക് പിന്നാലെ പോകാൻ ഒരു നിർബന്ധിതരാകും. ജനം ഏറ്റെടുത്താലേ പൈസ കിട്ടൂ. അപ്പം അങ്ങനൊരു ആ കുട്ടികളോട് എന്താ പറയാനുള്ളത്? ആത്യന്തികമായിട്ട് ഏതെങ്കിലും ഒരു ഓഡിയൻസിനെ നമ്മളുടെ ആർട്ട് സ്വാധീനിക്കണം. ആരെയും സ്വാധീനിക്കാത്ത നീഷാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഭയങ്കര ആർട്ട് ഹൗസ് സ്റ്റൈലിൽ മ്യൂസിക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഉണ്ട്. വളരെ ചെറിയ ഒരു മൈക്രോകോസം ഓഫ് ഓഡിയൻസിന് മാത്രം അപ്പീൽ ചെയ്യുന്ന ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന എത്രയോ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന എല്ലാ ആർട്ടിനും ഓഡിയൻസ് വേണം. അല്ലെങ്കിൽ ആർട്ട് പ്രൊപ്പഗേറ്റ് ആവില്ല. യു നീഡ് ടു ഹാവ് പീപ്പിൾ ഹൂ പ്രൊപ്പഗേറ്റ് യുവർ ആർട്ട്, പീപ്പിൾ ഹൂ ഇവാഞ്ചലൈസ് യുവർ ആർട്ട്. അത് ഒരു ബാൻഡ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മ്യൂസിഷ്യൻസിൻ്റെ ആസ്പിറേഷൻ ആദ്യം കാലിബ്രേറ്റ് ചെയ്യണം. ഉദാഹരണത്തിന് പ്രോഗ്രസീവ് റോക്ക് വിത്ത് കർണാട്ടിക് മ്യൂസിക് ചെയ്യുന്ന ഒരു ബാൻഡ് നമ്മളിതിനെ ഒരു റൊമാൻറ്റിക് സോഫ്റ്റ് പോപ്പ് ശൈലിയിലുള്ള സംഗീതം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വീകാര്യത ഒരു കാലത്തും ഈക്വൽ ആവില്ല. കാരണം മറ്റേതിന് എൻട്രി ബാരിയർ വളരെ ലോ, ലിസണിങ്ങിൻ്റെ the amount of effort you need to put into listening to it significantly lower. Basically low effort higher reward എന്നുള്ള കാറ്റഗറിയുള്ള സംഗീത സാധനങ്ങൾ നാച്ചുറലായിട്ട് കൂടുതൽ ആരാധകരുണ്ടാവും. അതേസമയം കുറച്ചും കൂടിയും ഗ്രേ മാറ്റർ ഉപയോഗിച്ച് കുറച്ചും കൂടിയും സമയം അപ്ലൈ ചെയ്ത് കേൾക്കേണ്ട സംഗീത ശാഖകൾ പ്രധാനം ഞങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഒരു 70,000 പേര് വരുന്ന വൈറൽ മൊമെൻ്റ് അകത്തിനുണ്ടായിട്ടുണ്ട്. അതെപ്പോഴാന്ന് പറഞ്ഞാൽ ഞാൻ പാടിയ ഏതോ കുറേ സിനിമാ ഗാനങ്ങൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന വൈറാലിറ്റിക്ക് വിധേയമായിട്ടുണ്ട്. അതൊരു കാലഘട്ടമാണ്. എനിക്കൊന്ന് 2019, 2021 ഈ 3 കൊല്ലത്തിനകത്ത്. ആ സമയത്ത് ഞാൻ ഈ ചെയ്തിരുന്ന സിനിമാ പാട്ട് ഇങ്ങനെ സ്പീഡ് കുറച്ച് ടെമ്പോ കുറച്ച് പാടുന്നതോ ഇംപ്രവൈസ് ചെയ്ത് പാടുന്നതിനോ ഒരു നോവൽറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ അതിന് ഇറ്റ് ഹാഡ് ദാറ്റ് വൈറൽ പീക്ക്. ആ വൈറൽ പീക്കിൽ ഒരു ഫ്രീ ഷോ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 30,000 പേര് വന്ന ഷോ വരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ ആ വൈറൽ പീക്ക് സസ്റ്റെയിൻഡ് അല്ല. ആ പീരീഡ് കഴിയുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റ് അത് ആ സ്പോട്ട് ഓക്യുപ്പൈ ചെയ്യും. നമുക്ക് വേണ്ടത് 1000 രൂപ കൊടുത്ത് നമ്മളുടെ പ്രോഗ്രാം കാണാൻ എത്ര പേര് വരും? 1000 രൂപ കൊടുത്ത് 1,00,000 പേര് വരുന്ന ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് എക്സ്ട്രീംലി ബിഗ് ലെജൻസ് എന്ന് പറയുന്നത്. അയൺ മെയ്ഡൻ, ഡ്രീം തിയേറ്റർ, അല്ലെങ്കിൽ മെറ്റാലിക്ക, AR റഹ്മാൻ, പ്രോബബ്ലി അനിരുദ്ധ്, ഐ ഡോണ്ട് നോ. ഇന്ന് അദ്ദേഹത്തിന് ആ സ്വീകാര്യതയുണ്ട്. പ്രോബ്ലി അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മേ ബി 10 years down the line ഹിയർ. പക്ഷെ ബാക്കി എല്ലാവരുടെയും ഓഡിയൻസ് ചെറുതാണ്.
3000, 4000, 5000, 500, 400. അപ്പോൾ ഇതിനകത്ത് എൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നീഷ് എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഓഡിയൻസിനെ ക്യാപ്ചർ ചെയ്യുക, അവർക്കനുസൃതമായിട്ടുള്ള സംഗീതം ക്രിയേറ്റ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. 10 കൊല്ലം കഴിഞ്ഞാലും കേൾക്കാൻ ആളുണ്ടാവണം. ഈ ഒരു വൈറാലിറ്റിയുള്ള പീരീഡിൽ മാത്രം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് മാറുകയാണെങ്കിൽ അതിന് സസ്റ്റനൻസ് ഉണ്ടാവില്ല. അപ്പോൾ മൈ ജനറൽ ബിലീഫ് ഇസ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഫോർ നെക്സ്റ്റ് 10 years. 10 കൊല്ലം കഴിഞ്ഞാലും ഈ പാട്ടുകൾ കേൾക്കാൻ ആൾക്കാരുണ്ടാവുമോ? അതാണ് ഞങ്ങൾ അകത്തിന് സ്വയം ചോദിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ കമ്പോസ് ചെയ്ത മൽഹാർ ജാം എന്നുള്ള പാട്ട് ഇപ്പോൾ 14 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇന്ന് 2012 ജനിച്ച കുട്ടികൾ ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ എത്ര 2012 ജനിച്ച പിള്ളേർക്ക് എന്ന് പറയുമ്പോൾ എത്രയാ പ്രായം? എൻ്റെ മോളുടെ പ്രായം 13 വയസ്സ്, 13-14 വയസ്സുള്ള കുട്ടികൾ സ്കൂളിലെ ആ ഒരു ലോഞ്ചവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏത് സംഗീത രീതി തന്നെ. പക്ഷെ വൈറൽ മോമെൻറ്റ്സ് ആണ് നിങ്ങളുടെ ഡ്രൈവ് പറഞ്ഞാൽ സസ്റ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് വൈറാലിറ്റി ഈസ് എ വെരി ട്രാൻസിയൻ തോൺ. ആരെങ്കിലും വന്നത് ഓക്യുപ്പൈ ചെയ്യും, ആർക്കും അതിൽ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ അകത്തിനെ പോലെയുള്ള ക്ലാസിക്കൽ മ്യൂസിക് വിത്ത് പ്രോഗ്രസീവ് റോക്ക് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാൻഡിന് പലപ്പോഴും വരുന്നൊരു പ്രശ്നം, വേണ്ടത്ര എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല. മിക്സ്ഡ് ഓഡിയൻസ് ആയിരിക്കും. പലപ്പോഴും ഈ മിക്സ്ഡ് ഓഡിയൻസിനെ എളുപ്പത്തിൽ ഹുക്ക് ചെയ്യാൻ പറ്റുന്നത് താളക്കൊഴുപ്പുള്ള താളത്തിൽ കോർത്ത പാട്ടുകളാണ്, റാദർ ദാൻ ഈ രാഗ അല്ലെങ്കിൽ സ്വരം ബേസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു കോംപ്രമൈസിന് എപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാനത് കോംപ്രമൈസ് എന്ന് ഞാൻ വിളിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും വേണ്ടത് സദ്യ പോലെയാണ് സംഗീത പരിപാടി. ചോറ്, സാമ്പാർ, ഓലൻ തീയൽ, അച്ചാറ്, മറ്റേ പായസം. തിരുവനന്തപുരം ഭാഗത്താണെങ്കിൽ കുറച്ച് പഴവും പോളിയും പായസവും, ഇങ്ങനെ എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. ഒരു കച്ചേരി ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും അതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളം എന്തുകൊണ്ടാണ്, ഒരു സ്പീഡുള്ള പാട്ടുകൾ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ആത്യന്തികമായിട്ട് ഗ്രേ മാറ്റർ അപ്ലൈ ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ബിക്കോസ് ഇറ്റ് ടയേഴ്സ് യു. നമുക്കിപ്പോൾ ബ്രെയിൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്ന എന്ത് പ്രവൃത്തിയും നമ്മൾ കഴിയുന്നത് ഒഴിവാക്കാറാണ് പതിവ്. അതൊരു മാനുഷികമായ ഒരു ഫിനോമിനാണ്. ബിക്കോസ് ഇറ്റ് ടയേഴ്സ് യു ഫാസ്റ്റർ. അപ്പോൾ അതിലേക്ക് ആൾക്കാരെ എടുത്ത് കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ആൾക്കാരെ ഇൻഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വെറും പെർക്കഷൻ പ്രോഗ്രാം മാത്രമേ വെക്കാൻ പറ്റൂ. ഉദാഹരണത്തിന് ഒരു പെർക്കഷൻ മാത്രമായിട്ടുള്ള പ്രോഗ്രാം ആസ്വദിക്കുന്നവരുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ പോയി കഴിഞ്ഞാൽ ചെണ്ടമേളം, പഞ്ചവാദ്യം, മേളം, അത് പെർക്കസീവായിട്ടുള്ള പ്രോഗ്രാമാണ്. ആൾക്കാർ ആ താളത്തിൽ ആസ്വദിച്ച് പോകുന്നു. പക്ഷെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമിന് മെലഡി, പെർക്കഷൻ ആൻഡ് ഡിഫറെൻറ്റ് ടെമ്പോ ആൻഡ് സോണിക് സ്ട്രക്ചേഴ്സ് ഇതെല്ലാം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, എനിക്ക് ചെയ്യേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ വെച്ചാൽ എൻട്രി ബാരിയർ ലോ ആക്കി കൊടുക്കുക. ഇപ്പോൾ കർണാടക സംഗീത ഉദാഹരണത്തിന് ഒരു പാട്ട്, കർണാടക സംഗീതം, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ ചെയ്ത ഒരു പാട്ട് മോക്ഷമുഖലത, ത്യാഗരാജ കീർത്തനം, സാരമതി രാഗം, 2 കടച്ചൗക്കം ആദ്യ താളത്തിൽ പാടുന്ന അത്യാവശ്യം കോംപ്ലെക്സ് എന്ന് വിളിക്കുന്ന ഒരു രാഗവും കോമ്പസിഷനുമാണിത്. ഇതിലേക്ക് ആൾക്കാരെ ഞാൻ എങ്ങനെ എത്തിക്കും? ഇതിലേക്ക് ആൾക്കാരെ എത്തിക്കണമെങ്കിൽ ആ എൻട്രി ബാരിയർ ടു ദാറ്റ് സോങ്ങിനെ, പടി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എക്സ്ട്രാ പടി ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലുള്ള ഒരു പലക വെച്ച് കൊടുത്ത് ആ പലകയിൽ ചവിട്ടി പടി കയറി കഴിഞ്ഞാൽ പിന്നെ പടി കയറി പൊക്കോളും. ഞാൻ ശ്രമിക്കുന്ന മെയിനായിട്ട് ആ ഒരു, നമ്മൾ സൈക്ലിങ്ങിൽ പറയുന്ന പോലെ കുട്ടിക്ക് ബാലൻസ് കിട്ടുന്നവരെ ഒരു മൂന്നാമത്തെ ഒരു ബാലൻസ് വീൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് കർണാടക സംഗീതം അകം ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ആ ബാലൻസ് വീലാണ്. ആ ബാലൻസ് വീല് വെച്ച് സൈക്കിൾ ഓടിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും സൈക്കിൾ ബാലൻസ് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് അകത്തിൻ്റെ ആദ്യമായിട്ടൊരു പാട്ട് കേൾക്കുമ്പോൾ ആ എൻട്രി ബാരിയർ ഞാൻ എങ്ങനെയാണ് ലളിതമാക്കുന്നത്? ഞാൻ അകം ലളിതമാക്കുന്നത്, ഒന്ന്, അപ്പിയർ ലൈക്ക് യുവർ ഓഡിയൻസ്. എനിക്കത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ആർട്ടിസ്റ്റ് വളരെ വ്യത്യസ്തമായിട്ടാണ് സ്വയം പ്രസൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഇൻ്റലക്ച്വൽ ദൂരം ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ ഒരു കറുത്ത ടീഷർട്ടും ഒരു ജീൻസും ഇട്ടിട്ട് ഞാനവിടെ പോയി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഡോണ്ട് ലുക്ക് ത്രെറ്റനിങ്. എന്തോ വലിയൊരാൾ വന്നിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് നാച്ചുറലി വരുന്നതിന് പകരം നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ നമുക്ക്, ഇതിപ്പോൾ കോളേജുകളിൽ ഭയങ്കര കോമൺ ആകും. കുട്ടികളെ പോലെ സംസാരിക്കുന്ന പ്രൊഫസേഴ്സ് ഭയങ്കര സക്സസ്ഫുൾ ആവും. അവർ പഠിപ്പിക്കുന്ന, ഇപ്പോൾ എനിക്ക് കെമിസ്ട്രി ഭാഷ, എനിക്ക് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വെറുതെ പറഞ്ഞത് റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ട് ആർട്സ് കോളേജിൽ എന്നെ കെമിസ്ട്രി പഠിപ്പിച്ച മോഹൻകുമാർ സാറ്, എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഓർമ്മ വരും. സാർ എന്തുകൊണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട സാറായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോലെയായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. കെമിസ്ട്രിയാണ് അദ്ദേഹം പഠിപ്പിച്ചത്, പക്ഷേ അദ്ദേഹം സംസാരിച്ചത് ഞങ്ങളെപ്പോലെ. ഞാൻ അകം ശ്രമിക്കുന്നത് നിങ്ങളെപ്പോലെ ഒരാൾ വേദിയിൽ വന്ന് നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സംഗീതശാഖ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് ആദ്യം തന്നെ ആ പെഡഗോജിക്കൽ
അല്ലെങ്കിൽ ഒരു ഡോഗ്മാറ്റിക് നീഡിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുന്നു. അപ്പോഴത്തേന് ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല, നമുക്കൊക്കെ അറിയുന്നൊരു സംഭവം തന്നെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിപ്പം വൈറൽ മൊമെൻ്റ് ആയിട്ട് പറയുന്നില്ല, എനിക്ക് ഈ നന്ദഗോവിന്ദം എന്നുള്ള ഭജന ഗ്രൂപ്പിനെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ഭജന എന്നുള്ളൊരു ഫോമിനെ സ്ട്രക്ചർ ചെയ്ത് ഡെമോക്രാറ്റൈസ് ചെയ്തു. കുറച്ച് സിനിമാ പാട്ടുകൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ലിറിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്തിട്ട് അത് മതി ആളുകൾക്ക്. ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ആ പ്രോഗ്രാമിൽ വന്നിരുന്ന് കേൾക്കുന്നത്. അത് പ്രോബബ്ലി സ്പിരിച്വൽ നീഡിനല്ല വരുന്നത്. ഇറ്റ് ഈസ് ബീൻ പാക്കേജ്ഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ആ ഈസാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത്. അതിലേക്ക് ചിലപ്പോൾ പെർക്കസീവായിട്ടോ താളാത്മകമായിട്ടോ ചടുലമായിട്ടുള്ള പാട്ടുകൾ ഒന്നോ രണ്ടോ അവിടെ ഇവിടെയും ചെയ്യേണ്ടി വരുന്നുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ഇത് ആത്യന്തികമായിട്ടൊരു ബുദ്ധിമുട്ടുള്ള സംഗീതശാഖയല്ല എന്ന് അവരെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നാച്ചുറലായിട്ട് പൊക്കോളും. എന്താണ് ഇപ്പോൾ രംഗപുര വിഹാര എന്നുള്ള കീർത്തനം 12 അക്ഷര താളമാണ്. 8 അക്ഷര താളമല്ല, 16 അക്ഷര താളമല്ല, 12 അക്ഷരം, 6 അക്ഷരവുമല്ല. 12 ഭയങ്കര റെയറാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. ഹിന്ദുസ്ഥാനിയിൽ കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിൽ ഈ 2 കള ചവക്കം രൂപകം ഒരു കുഴപ്പമില്ല, ആളുകൾ മനോഹരമായിട്ട് അത് ഏറ്റുപാടുന്നുണ്ട്. അവർക്കിപ്പോൾ ഇത് രൂപകതാളം 2 കളയാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അവരിലേക്ക് ആ പാട്ടെത്തി. ഇനി അതിലൊരു 25% ആളുകൾ പോയി അന്വേഷിക്കും, ഇതേതാ താളം, ഇതേതാ രാഗം. ചിലപ്പോൾ 25, 30 ആവും, ചിലപ്പോൾ 40 ആവും. അങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ആയി പോകുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് താൻ ഈ താളവും രാഗവും ഇതിൻ്റെ ഗ്രാമറും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വന്നേ ഈ പാട്ട് കേൾക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റെല്ലാ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ സാഹിത്യമായാലും വായനയായാലും ഈവൻ ടെലിവിഷൻ കാണുന്നതായാലും പോലും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രെയിൻ റോഡ് ജനറേഷനാണ്, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് പേസ്ഡ് സോഷ്യൽ മീഡിയ മെഷീൻ അഡിക്റ്റ് ജനറേഷനാണ്. അവർ അറ്റൻഷൻ സ്പാൻ കുറവാണ്, ഫാസ്റ്റ് പേസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു കാലത്ത് ഈ ശുദ്ധ സംഗീതം ഒരു ക്രിഞ്ചാവുന്നതെന്ന് എങ്ങനെ രക്ഷപ്പെടും? ശുദ്ധ സംഗീതം ഒന്നുമില്ലല്ലോ. സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അറ്റൻഷൻ സ്പാൻ ഇഷ്യൂസ്, ഞാനിത് ഇത് നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സമ ജനറേഷൻ ആണെന്നൊരു അസംഷനിൽ ഞാൻ പറയുക. നമ്മളുടെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ജനറേഷൻകാർക്ക് നമ്മളുടെ സ്പീഡ് കൂടുതല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. നമുക്ക് ക്ഷമയില്ല, ശ്രദ്ധയില്ല, ഒന്നിലും ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് തന്നെ നമ്മൾ മറ്റൊരു യാർഡ് സ്റ്റിക്ക് വെച്ച് നമ്മളുടെ ജൂനിയർ പിള്ളേരോട് പറയുന്നു എന്നുള്ളതാണ് അതിലാദ്യത്തെ പ്രാക്ടിക്കൽ ഫാക്ട്. ഐ തിങ്ക് അറ്റൻഷൻ സ്പാൻ കുറയുന്നതിൻ്റെ മെയിൻ കാരണം ആക്സസ് ടു മോർ ഇൻഫർമേഷൻ. നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സിന് ഉണ്ടായിരുന്നേക്കാളും ഇൻഫർമേഷൻ ആക്സസ് നമുക്കുണ്ടായിരുന്നു, നമ്മളത് കൺസ്യൂം ചെയ്തു. ഇന്നത്തെ കുട്ടികൾക്ക് അതിനേക്കാളും കൂടുതൽ ഇൻഫർമേഷൻ ആക്സസ് ഉണ്ട്, അവരത് കൺസ്യൂം ചെയ്യുന്നു. നാച്ചുറലി എൻട്രോപ്പി ഇഷ്ടപ്പെടുന്ന സ്പീഷീസാണ് മനുഷ്യൻ. ഞാൻ കെമിസ്ട്രി എന്ന് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇക്വിലിബ്രിയം മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മനുഷ്യൻ നിന്നുപോകും. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രവർത്തനം തന്നെ എൻട്രോപ്പി ബേസ് ആയിട്ടായതുകൊണ്ട് എല്ലാവർക്കും അറ്റൻഷൻ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളും അത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളെക്കാളും കുറവായിരിക്കുമെങ്കിലും നമുക്കും ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് വാട്സാപ്പ് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കണം എന്നുള്ള അവസ്ഥ. ഇതിനകത്ത് മെയിനായിട്ട് ഒരു മ്യൂസിക് ക്രിഞ്ച് ആവാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന, അവർക്ക് പാലറ്റബിൾ ആകുന്ന, അവരുടെ അറ്റൻഷൻ സ്പാനിൽ അപ്പീലിംഗ് ആവുന്ന രീതിയിൽ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ അവരെ ട്രഡീഷണൽ അപ്രോച്ച് എന്തായിരുന്നോ അത് തന്നെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനറേഷണലായിട്ട് അത് വിജയിച്ചിട്ടില്ല. പുതിയ തലമുറയുടെ കാര്യത്തിൽ കർണാട്ടിക് മ്യൂസിക് ഉയരുന്നൊരു പ്രധാന പ്രശ്നം അത് ആസ്വദിക്കാൻ ചില മുന്നറിയിപ്പുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇല്ല കേട്ടോ, കർണാട്ടിക് സംഗീതത്തിന് അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഇല്ല. കച്ചേരി എന്ന ഫോർമാറ്റിലുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് പ്രശ്നമായിട്ട് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് എനിക്ക് കുറേ ശത്രുക്കൾ ഉണ്ടാക്കി തരുന്നൊരു പൊസിഷനാണെങ്കിലും, കച്ചേരി അല്ല കർണാടക സംഗീതം. എന്ന് വെച്ചാൽ എന്തോ കച്ചേരി മാത്രമാണ് കർണാടക സംഗീതത്തിൻ്റെ മൊത്തം കോൺട്രാക്ട് കച്ചേരിക്കാരും എഴുതി കൊടുത്തിട്ടില്ല. അല്ല, നമുക്ക് ആദ്യം ഇതിലേക്ക് വരാം, ഈ ഒരു പോയിന്റിലേക്ക് വരാം. ഞാൻ കുറച്ച് പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ എന്താ പറയുന്ന ഒരു വഴിക്ക് പറയാതെ നേരിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് T20 ടെസ്റ്റ്, 1 ഡേ, ഗല്ലി ക്രിക്കറ്റ്, 1 ടിപ്പ് 1 ഹാൻഡ്, ടർഫ്, നെറ്റ്, ഇവിടെ എല്ലാം കളിക്കുന്ന ക്രിക്കറ്റാണ്. അങ്ങനെ 1 ഡേ മാത്രമാണ് ക്രിക്കറ്റ്, ടെസ്റ്റ് മാത്രമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇപ്പോൾ T20 ആണ്. ഇനിയിപ്പോൾ അവർ T20 മോഡലിൽ ടെസ്റ്റ് നടത്താമെന്ന് വരെ സംസാരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിരിക്കുന്നത്. സംഗീതത്തിന് ഒരു വ്യത്യാസമില്ല. കച്ചേരി എന്ന് പറഞ്ഞത് കാലഘട്ടത്തിൽ ഉതിർന്നു വന്ന കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതി. കച്ചേരിയിൽ പാടുന്നത് ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി, അല്ലെങ്കിൽ പുരന്ദരദാസർ, അല്ലെങ്കിൽ വേറെ കുറച്ച് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭക്തി കവികളുടെ കോമ്പസിഷൻസാണ് കച്ചേരിയിൽ അവതരിപ്പിക്കുന്നത്. കച്ചേരി എന്നുള്ള ഫോർമാറ്റിൽ അതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു മുന്നറിവും ഇല്ലാതെയാണ് നമ്മൾ
കർണാടക സംഗീത അധിഷ്ഠിതമായ സിനിമാ പാട്ടുകൾ കേൾക്കുന്നത്. രാത്തിങ്കൽ പുത്താലി ചാർത്തി എന്നുള്ള പാട്ട് ജോഗ് രാഗമാണ്, അല്ലെങ്കിൽ തിലങ്ക് രാഗമാണ്. എത്ര പേർക്ക് അതറിയാം? പ്രമദവനം വീണ്ടും ജോഗ് രാഗമാണ്. അതേപോലെ വേറെ ഒരു പാട്ടെടുക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഏതൊരു പാർവതി മനോഹരി കാമ്പോജി രാഗമാണ്. തെയ് ഒരു തനവയൽ നനഞ്ഞിട്ട് കൈ എന്നുള്ള പാട്ടും കാമ്പോജി രാഗമാണ്. ബേസിക്കലി കർണാടക സംഗീതം പല പല രൂപത്തിലും ഭാവത്തിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനൊന്നും ഒരു മുന്നറിവിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ബാബുജി എനിക്ക് തോന്നിയിട്ടുള്ളത് കർണാടക സംഗീതത്തെ കച്ചേരിയിലേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുന്നറിവ് ആവശ്യമുള്ളത് ആ ഫോർമാറ്റിന് മാത്രമാണ്. കാരണം ആ ഫോർമാറ്റിന് കുറേ നിയമങ്ങളും നിബന്ധനകളുണ്ട്. ഉദാഹരണം, ടെസ്റ്റ് മാച്ചിൻ്റെ നിയമങ്ങൾ പഠിക്കുന്ന പോലെയാണ്. എപ്പോൾ ഡിക്ലെയർ ചെയ്യും, ഫോളോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഫോളോ ഓൺ ഒഴിവായത്, എന്തുകൊണ്ടാണ് ഡിക്ലെയർ ചെയ്തത്, എന്തുകൊണ്ടാണ് മാച്ച് ഡ്രോ ആയത്. ഇങ്ങനെ ടെസ്റ്റ് മാച്ചിന് ഒരുപാട് നിയമങ്ങളുണ്ട്. T20 ഒരു നിയമങ്ങളുമില്ല. T20 വളരെ ലളിതമാണ്. 20 ഓവർ ഇവർ കളിക്കുന്നു, 20 ഓവർ കളിക്കുന്നു, കൂടുതൽ റൺസ് എടുത്തിട്ട് ജയിക്കുന്നു. കർണാടക സംഗീതത്തിനും ഇങ്ങനെ ലളിതമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് സാധ്യമാണ്. കച്ചേരി എന്നുള്ള ഒരു കോംപ്ലക്സ് ഫോർമാറ്റിൽ മാത്രം നിലനിന്ന് പോകണമെന്ന് ഒരു പറ്റ ആൾക്കാർ നിർബന്ധം പിടിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ കർണാടക സംഗീതത്തിൽ നിന്ന് തന്നെ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി കർണാടക സംഗീതത്തിലെ കൃതികൾക്ക് ഭക്തി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഭക്തി സംഗീതമാണ്, ഡിവോഷണൽ മ്യൂസിക്കാണ്. ഡിവോഷണൽ മ്യൂസിക്കിനെ കർണാടക സംഗീതമായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇത് എനിക്ക് പറയാൻ നിങ്ങളൊരു അവസരം തന്നതുകൊണ്ട് ഞാൻ പറയുന്നു. ഭക്തി സംഗീതത്തെ കർണാടക സംഗീതമായി അവതരിപ്പിക്കാൻ പറ്റും. കർണാടക സംഗീതം ഭക്തി സംഗീതമായി മാത്രമേ അവതരിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നവർക്ക് കർണാടക സംഗീതത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. കർണാടക സംഗീതത്തെ ഒരു റെഗുലർ പോയട്രി ആയിട്ടും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഒരു രാഗത്തിൽ, ഉദാഹരണത്തിന് ഞാനൊരു മധുസൂദനൻ നായർ, അദ്ദേഹം ഇതിൻ്റെ ഒരു ഭയങ്കര എക്സാമ്പിളായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായിട്ട് സംഗീതാത്മകമായിട്ട് കവിതകൾ പാടാൻ തുടങ്ങിയ. ഒരുപാട് ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് അദ്ദേഹം, കവിതയെ സംഗീതം. പക്ഷേ അദ്ദേഹം ഒരു വയലാറിൻ്റെ കവിത പാടിയിരിക്കുന്നത് ഒരു രാഗത്തിലാണ്. അപ്പോൾ ആ രാഗത്തിൽ പാടുന്നതിനെ ഞാൻ കർണാടക സംഗീതമായിട്ട് അംഗീകരിക്കില്ല എന്ന് പറയുന്നതിലൊക്കെ എന്തർത്ഥമാണുള്ളത്? ബേസിക്കലി മുന്നറിവ് വേണ്ടത് ഫോർമാറ്റിനാണ്, ആർട്ടിനല്ല. ഇപ്പോൾ അത് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് വെച്ചാൽ, മുന്നറിവോട് കൂടി കേട്ടില്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു അവധാന പല്ലവി മനസ്സിലാവില്ല. അവധാന പല്ലവി എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗത്ത് രൂപകതാളവും വലതു കൈയിൽ ഒരു പക്ഷേ തിസ്രയാതി ജമ്പയും വെച്ച് ഇടുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ രീതിക്ക് മുന്നറിവ് വേണം. എന്തുകൊണ്ടാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, കച്ചേരിക്ക് പോയിട്ടുണ്ടോ താങ്കളെന്ന് എനിക്കറിയില്ല. കച്ചേരിക്ക് അടുത്ത കാലത്തെങ്ങാനും ആൾക്കാരെല്ലാവരും കാത്തിരിക്കുന്നത് ഈ മെയിൻ കീർത്തനം കഴിഞ്ഞ് പാടുന്ന 8 ഭക്തിഗാനങ്ങൾക്കാണ്. എന്താ അതിന് കാരണം? ബഹുഭൂരിപക്ഷം ഓഡിയൻസിനും വേണ്ട അതാണ് അവരിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പുള്ള ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെറിയൊരു ഓഡിയൻസേ ഉള്ളൂ. വലിയൊരു ഓഡിയൻസ് ലളിതമായിട്ട് എളുപ്പം മനസ്സിലാവാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് ഓഡിയൻസ് ഉള്ളത്. എന്നോട് ഞാൻ വളരെ വിരളമായിട്ട് കച്ചേരി പാടുമ്പോഴും എല്ലാം കഴിഞ്ഞിട്ട് എന്നെ പതുക്കെ ഒരാൾ അമ്പലത്തിന് മുമ്പിൽ വന്നിട്ടേ ആ ശ്രീരാഗമവും കൂടെ ഒന്ന് പാടാൻ പറ്റുമോ? ശ്രീരാഗമം എന്നുള്ള പാട്ട് എന്താണ്? ONV സാറ് രചിച്ച് മിശ്രജാപ്പ് താളത്തിൽ ഖരഹരപ്രിയ രാഗത്തിൽ ശരത് സാറ് കമ്പോസ് ചെയ്തൊരു കീർത്തനം. ഞാൻ അങ്ങനെ പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് കച്ചേരിക്ക് പാടാമോ? തീർച്ചയായിട്ടും പാടാം. എന്തുകൊണ്ടാണ് പാടാം എന്ന് വെച്ചാൽ, കൈതപ്രത്തിനോ ONVക്കോ ഗിരീഷ് പുത്തഞ്ചേരിക്കോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥായിയായ മഹാത്മ്യം വേറൊരു കവിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ചില കവിതകൾക്ക് മാത്രം കച്ചേരിയിൽ സാന്നിധ്യം ഉണ്ടാവാം, ചിലതിനുണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ബേസിക്കലി അപ്രോപ്രിയേഷൻ അല്ലേ? ഒരു പറ്റം ആൾക്കാർ ഒരു ആർട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന അപ്രോപ്രിയേഷൻ അല്ലേ? കച്ചേരി എന്നുള്ള ഫോർമാറ്റിൽ ഉപരിയായിട്ട് കർണാടക സംഗീതം ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഉദാഹരണമാണ് അകം. മുന്നറിവ് ഒരു സംഗീതത്തിന് ആവശ്യമില്ല. മുന്നറിവ് ഉണ്ടാകുന്നത് ആസ്വാദനത്തിൻ്റെ നിലവാരത്തെ വർദ്ധിപ്പിക്കും. മുന്നറിവ് ഉണ്ടാകുന്നത് ഒരു കലാകാരൻ്റെ എഫർട്ടിനെ അംഗീകരിക്കാൻ സഹായിക്കും. മുന്നറിവ് ഉണ്ടാകുന്നത് ബേസിക്കലി ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കിയാൽ ബിരിയാണി ഷെഫിനോടുള്ള ബഹുമാനം കുറച്ചൊന്ന് കൂടും. പക്ഷെ നല്ലൊരു ബിരിയാണി കഴിച്ച് ഉഗ്രം ബിരിയാണിയാണെന്ന് പറയാൻ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് അറിയേണ്ട ഒരു ആവശ്യമില്ല. പ്രിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആർട്ട്, സ്പെസിഫിക്കലി ഫൈൻ ആർട്ട്, പ്രിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം എന്നുള്ളത് ഫൈൻ ആർട്ട് പെർസ്യൂ ചെയ്യുന്നവരുടെ ഒരു വരട്ട് തത്വവാദമാണ്. എൻ്റെ ആർട്ട് ഇൻ്റലക്ച്വലി സുപ്പീരിയർ ആണ്, അതുകൊണ്ട് ഇത് ചിലർക്കൊക്കെ മനസ്സിലാവാൻ പാടുള്ളൂ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഇൻ്റലക്ച്വൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വരുന്നതാണെന്ന് പറയുന്നത്. ഇത് പറയുന്നത് കൊണ്ട് എനിക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റലക്ച്വൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിന് വേണ്ടി ആത്യന്തികമായിട്ടൊരു കലയെ തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എൻ്റെ അഭിപ്രായത്തിൽ
കർണാടക സംഗീതത്തിൻ്റെ രാഗങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പാട്ടും കർണാടക സംഗീതമാണ്. കച്ചേരിയല്ല. ഇപ്പം അകം അവതരിപ്പിക്കുന്നത് കർണാടക സംഗീത കച്ചേരിയാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമായിട്ട് ഞാൻ പറയാം, അല്ല, ഫോർമാറ്റ് വേറെയാണ്. IPL കളിക്കുന്നത് ടെസ്റ്റ് മാച്ചാണോ എന്ന് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. അല്ല, T20 മാച്ചാണ്. അകം അവതരിപ്പിക്കുന്നതിന് നിങ്ങൾ വേറെന്തെങ്കിലും പേരിട്ട് വിളിച്ചോളൂ, കർണാടക സംഗീതം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കേണ്ടി വരും. കാരണം കർണാടക സംഗീതം കച്ചേരിയുടെ കുത്തകയല്ല. ഈ ഒരു എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ആരംഭിച്ച BR അൺസ്ക്രിപ്റ്റഡ് എന്ന് പറയുന്ന ഒരു എക്സ്പേർട്സ് പോഡ്കാസ്റ്റ് സീരീസിന്റെ ഒരു കൾമിനേറ്റിംഗ് എപ്പിസോഡ് കൂടിയാണ്. കൺഗ്രാറ്റ്സ് ഓൺ ദ 1 year. ഇൻക്രെഡിബിൾ. നമ്മുടെ ഈ പ്രോഗ്രാം തൽക്കാലത്തേക്ക് ഒരു സബാറ്റിക്കൽ എടുക്കുന്ന സമയത്ത് നമ്മളൊരു കൾമിനേറ്റിംഗ് എപ്പിസോഡാണ്. അപ്പം ആ ഒരു മൂഡിനെ ഒരു ചെറിയൊരു പാർട്ടിങ് ബൈ ആണ് ഈ ഒരു സീരീസ് തൽക്കാലത്തേക്കെങ്കിലും. അപ്പം അതിനെ നമ്മളൊരു ഒരു പാട്ടോടുകൂടി പാടി അങ്ങ് അവസാനിപ്പിച്ച് അങ്ങ് പോകാനായിരിക്കുന്നു. ഓ, തീർച്ചയായിട്ടും. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഐ തിങ്ക് ഒരു ഔപചാരികത ഇല്ലാതെ തന്നെ പറയാം, താങ്ക് യു ഫോർ ഹാവിങ് മീ. വളരെ ചിന്തിക്കാൻ നിർബന്ധിതമാക്കിയ ഒരു സംവാദമായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം. കാരണം പതിവായിട്ട് ഭയങ്കര മൈൻഡ്ലെസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതിന് പകരം തീർച്ചയായിട്ടും എനിക്ക് തന്നെ ഒരുപക്ഷെ ഇത് കേട്ട് കഴിയുമ്പോൾ വീണ്ടും എന്നെ ആലോചിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. പല നാളണഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വർണമേ, മിഴികൾക്കു മുൻപിൽ ഇതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ, വിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ, ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ.